മഹാകുംഭമേളയിലേക്ക് ഭക്തജന പ്രവാഹം. ഇന്നലെ 1,60,00,000 തീർത്ഥാടകരാണ് എത്തിയത്. മകരസംക്രാന്തി ദിവസമായ ഇന്ന് 3.5 കോടി ഭക്തരെയാണ് UP പ്രതീക്ഷിക്കുന്നത്. 45 കോടി ആളുകൾ പങ്കെടുക്കുന്ന മഹാത്ഭുതം ഇവിടെ പ്രയാഗ്രാജിൽ പുരോഗമിക്കുകയാണ്. കാരണം നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നലെ 1,45,00,000 പേർ, 1.5 കോടിക്ക് അടുത്ത ആളുകൾ ഇവിടെ എത്തുകയും ഷാഹി സ്നാൻ കർമ്മം നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് UP സർക്കാരിന്റെ ഔദ്യോഗികമായ കണക്ക്. ഇന്ന് ഈ പൗഷ് പൗർണിമ ദിവസത്തിലാണ്, നമുക്കറിയാം ഇന്നലെ അമാവാസി നാളിൽ പൗഷ് പൗർണിമ ദിവസത്തിലാണ് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങായ സ്നാനകർമ്മങ്ങൾ ആരംഭിച്ചത്. ഇന്നലെ തീർത്ഥാടകർക്ക്, അനവധി തീർത്ഥാടകർക്ക് ഷാഹി സ്നാൻ നടത്താനുള്ള ദിവസമായിരുന്നു. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മകരസംക്രാന്തിയാണ്. മകരസംക്രാന്തി എന്നുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഏറെ വിശിഷ്ടമാണ്, അവർക്കും ഏറെ വിശിഷ്ടപ്പെട്ട ദിവസം തന്നെയാണ് ഇന്ന് ഇവിടെ ഇതിന്റെയൊക്കെ അഖാഡകളുണ്ട്. 13 അഖാഡകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 അഖാഡകളിലെ സന്യാസിമാർ അവർ നാഗവിഭാഗത്തിൽപ്പെട്ടവരാണ്, നാഗസന്യാസിമാരാണ്. അവരൊക്കെ ഇവിടെ വന്ന് ടെന്റുകളിലും അവരുടെ ആശ്രമങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഇവർക്ക് സ്നാനം നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അതവർ ആ തരത്തിൽ തന്നെ ആരംഭിച്ചു കഴിയുക പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ന് ഏതാണ്ട് 3.5 കോടി ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുവെന്നാണ് UP സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. യോഗി ആദിത്യനാഥ് നേരിട്ടാണ് എല്ലാ പരിപാടികൾക്കും കാർമ്മികത്വം വഹിക്കുന്നതും എല്ലാ പരിപാടികളുടെ തയ്യാറെടുപ്പുകൾ വരുത്തുന്നതുമൊക്കെ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഏതാണ്ട് 7,000 കോടി രൂപ മുടക്കിയാണ് UP സർക്കാർ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. സർക്കാർ പ്രതീക്ഷിക്കുന്ന വരുമാനമാകട്ടെ ഏതാണ്ട് 2 ലക്ഷം കോടിയിൽ പരം രൂപയാണ് എന്നുള്ളതാണ്. അത് ഇപ്പോൾ എല്ലാ മേഖലകളും കൂടി ചേർത്താണ് കേട്ടോ. UP സർക്കാരിന്റെ മാത്രമല്ല, ടൂറിസം രംഗത്തായാലും കച്ചവട സ്ഥാപനങ്ങൾക്കായാലും സർക്കാരിന്റെ ടാക്സ് ഇനത്തിലായാലും മറ്റുമൊക്കെ ലഭിക്കുന്ന മുഴുവൻ വരുമാനത്തിന്റെ കണക്കാണ് ഈ പറയുന്നത്. അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ ഹൈന്ദവ മഹാസംഗമം യാതൊരുവിധ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ഇവിടെ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏറ്റവും പ്രധാനം. ഇത്തവണ യോഗി സർക്കാരിന്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ ശുചിത്വത്തിനൊപ്പം സുരക്ഷയും വളരെ ശക്തമായി നടപ്പിലാക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക വാഹനങ്ങൾക്ക് മാത്രമാണ് കടന്നു പോകാനുള്ള സ്ഥലമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ജനങ്ങളുടെ ഒരു പ്രവാഹം പ്രേക്ഷകർ കാണുന്നുണ്ടാകും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ സ്നാനം നിർവഹിച്ച ശേഷം, ഇന്നലെയൊക്കെ സ്നാനകർമ്മങ്ങളിൽ പങ്കെടുത്ത ശേഷം മടങ്ങി വരുന്ന കാഴ്ചകൾ കൂടിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ്. സബ് കുछ सही था, कैसा? बिल्कुल बहुत अच्छा लगा, बहुत अच्छा स्नान कर दिया, मजा आ गया। कैसा था दीदी, भाभी कैसा था, सब कुछ कैसा था? स्नान कर दिया? अच्छा रहा, बढ़िया था सब कुछ, बढ़िया। कोई मुश्किल नहीं था? भैया स्नान तो कर लिया, लेकिन साधन नहीं खुद करो साधन होना चाहिए भैया, और पक्का नहा। जय श्री राम। कैसा लगा? बहुत बढ़िया, बहुत बढ़िया, बहुत बढ़िया, बहुत बढ़िया था, बहुत ही अच्छा हुआ, बहुत ही अच्छा भव्य सबसे प्रोग्राम हुआ, एक नंबर काम हुआ और पहली बार इतना अच्छा प्रोग्राम हुआ। पब्लिक बहुत आ रही है, बहुत अच्छा प्रोग्राम हुआ, हर जिले से आ रही है, पूरा ऑल इंडिया से आ रही है। बहुत बढ़िया बढ़िया योगी जी, नेपाल के लोग भी आ रहे हैं। अच्छा അപ്പൊ അതാണ് दोबारा CM बनना चाहिए फिर दोबारा से। അപ്പോ അതാണ് ഇതുവരെ അങ്ങനെ പരാതികളായി ആരും നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ്. ഈ വാഹന ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 8-9 കിലോമീറ്റർ നടക്കണം നമ്മുടെ ഈ സ്നാൻ ഘട്ടിലേക്ക് എത്തുക എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടേക്ക് നടന്നിട്ട് മടങ്ങി വരുന്ന ഭക്തജനങ്ങളെ, ലക്ഷോപലക്ഷം ഭക്തജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഇത്ര വലിയൊരു ക്രൗഡ് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ള അതീവ ശ്രമകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാരും നമ്മുടെ പോലീസ് സംവിധാനവും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സേനകളുടെ സജീവമായ സാന്നിധ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോഗി ആദിത്യനാഥ് നേരിട്ടാണ് ഇതിനുള്ള മേൽനോട്ടങ്ങളൊക്കെ നിർവഹിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ ഫെബ്രുവരി 26 വരെ, അതായത് നമ്മുടെ ശിവരാത്രി നാൾ വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹാസംഗമത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനിയുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ആചാരങ്ങളൊക്കെ നടക്കുന്നു. അത് പല ഭാഗങ്ങളിലായി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30 കിലോമീറ്റർ ചുറ്റളവിൽ 20,000-20,000 ഘാട്ടുകൾ ഒരുക്കിയാണ് ഇവിടെ എല്ലാ സംവിധാനങ്ങളും, സ്നാൻഘട്ടങ്ങളും മറ്റും ഒരുക്കിയാണ് സംവിധാനങ്ങൾ ഉള്ളത്. ഗംഗ യമുന സരസ്വതി സംഗമസ്ഥാനത്താണ് ഏറ്റവും സുരക്ഷിതമായുള്ള ഈ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ അത് വളരെ വ്യക്തമായി കാണുകയും ചെയ്യും. അപ്പോൾ പ്രൗഢഗംഭീരമായി തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിലും സമാനമായി തന്നെ ഭക്തജനങ്ങളുടെ വലിയൊരു പ്രവാഹം ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമചന്ദ്രൻ, പ്രയാഗ്രാജ്.